കാപ്പബ്ലാങ്ക 1919 കളിച്ച വളരെ മനോഹരമായൊരു ഗെയിം ഉണ്ടല്ലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് കാപ്പബ്ലാങ്കയും സ്കോട്ടും എന്നുള്ള ഒരു പ്ലെയർ തമ്മിലാണ്. ഇവിടെ വൈറ്റ് ആണ് കാപ്പബ്ലാങ്ക, ബ്ലാക്ക് കളിക്കുന്ന സ്കോട്ട്. കാപ്പബ്ലാങ്ക D4 വെച്ച് കളി തുടങ്ങുന്നു. D5, C4 നമ്മുടെ ക്യൂൻസ് ഗാംബിറ്റ് ആണ്. C6 ക്യൂൻസ് ഗാംബിറ്റിൻ്റെ ഡിക്ലൈൻ വേരിയേഷനാണ്, നമ്മുടെ ഒരു സ്ലാബ് ഡിഫെൻസ് വേരിയേഷനാണ്. നൈറ്റ് F3, നൈറ്റ് F6, E3, E6, knight B to D2, knight B D7, ബിഷപ്പ് D3 കളിച്ച് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് D6, കാപ്പബ്ലാങ്ക ജസ്റ്റ് ക്യാസിൽ ചെയ്യുന്നു. സ്കോട്ടും ക്യാസിൽ ചെയ്യുന്നു. രണ്ടുപേരും ക്യാസിലൊക്കെ ചെയ്ത് പീസുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. രണ്ട് നൈറ്റ് ഒരു ബിഷപ്പൊക്കെ വെച്ച് ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കുകയാണ്. E4, അപ്പോൾ കാപ്പബ്ലാങ്ക ആദ്യം തന്നെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ്. പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ, നൈറ്റ് ടേക്സ്, ബിഷപ്പ് ടേക്സ്. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് കാരണം തന്നെ നൈറ്റ് വെച്ച് വന്നിട്ട് ഈ ഒരു ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനാണ്. ബിഷപ്പ് ജസ്റ്റ് C2 പോയി വളരെ സേഫായിട്ടിരിക്കുകയാണ്. പോൺ ടു B6. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് ചെയ്യാവുന്ന മറ്റ് ഐഡിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോൺ ടു C5 കളിച്ചിട്ട് നേരിട്ട് അങ്ങനെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ വേറെ കളിക്കാവുന്ന മൂവ് പോൺ ടു H6 ആണ്. ഈ H6 എന്നുള്ള മൂവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേരിട്ട് ബിഷപ്പ് G5 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യാതിരിക്കാനുള്ള മൂവാണ് H6. പക്ഷെ ഗെയിമിൽ ഈ രണ്ട് മൂവ് അല്ല കളിക്കുന്നത്. C5ഉം H6ഉം അല്ലാതെ ഒരു മൂവായിട്ട് പോൺ ടു B6 ആണ് കളിക്കുന്നത്. ഈ മൂവ് അത്ര കുഴപ്പമൊന്നുമില്ല. ഈ മൂവിൻ്റെ ഐഡിയ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനാണ്. കാപ്പബ്ലാങ്ക ക്യൂൺ D3 കളിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ നൈറ്റൊക്കെ മാറിക്കഴിഞ്ഞാൽ നേരെ ക്യൂൺ ടേക്സ് H7 ഇവിടെ ചെക്ക്മേറ്റ് വരും. പോൺ ടു H6 ആദ്യം തന്നെ കളിച്ചു വെക്കുന്നു. പോൺ B3. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബിഷപ്പ് വൈറ്റിൻ്റെ ഒരു ബിഷപ്പിന് ബിഷപ്പ് G5 എന്തായാലും സാധിക്കില്ല, ബിഷപ്പ് ടു F4 സാധിക്കില്ല. കാരണം ബിഷപ്പ് ടു G5 കളിച്ച അവിടെ H6 പോകുന്നുണ്ട്, ബിഷപ്പ് ടു F4 കളിച്ച ഈ ഒരു ബിഷപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ മറ്റേ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോൺ ടു B3 കളിക്കുന്നു. ക്യൂൺ ടു E7. അപ്പോൾ ക്യൂണിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പ് ടു B2, റൂക്ക് D8, റൂക്ക് AD1. അപ്പോൾ സിമെട്രിക്കലായിട്ട് ഇരുവരും റൂക്കുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് B7, റൂക്ക് F1. അപ്പോൾ ക്യൂനുമായിട്ട് ലൈനപ്പ് ചെയ്യുകയാണ് ഈ റൂക്ക്. തക്കമായ അവസരത്തിൽ പോൺ ടു D5 കളിച്ചിട്ട് ബ്ലാക്കിനെതിരെയുള്ള ഒരു കൗണ്ടർ പ്ലേ ആണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. റൂക്ക് AC8. അപ്പോൾ ഇരുവരും വൈറ്റ് തൻ്റെ റൂക്കിനെ E1 D1 കൊണ്ടുവന്നതെങ്കിൽ ബ്ലാക്ക് D8 C8 കൊണ്ടുവന്നത്. അപ്പോൾ ബ്ലാക്കിൻ്റെ പൊസിഷൻ കുറച്ച് ഒരു ഒതുങ്ങിക്കൂടിയ പൊസിഷൻ പോലെ തോന്നാം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും C5 കളിച്ച് എപ്പോൾ വേണമെങ്കിലും കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു മൂവിന് ശേഷം C5 കളിച്ച് ഈ ഒരു ബിഷപ്പൊക്കെ വളരെ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഒരുപാട് ആക്റ്റീവ് കൗണ്ടർ പ്ലേ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കാപ്പബ്ലാങ്ക കുറച്ചുകൂടെ അഗ്രസീവായുള്ളൊരു നൈറ്റ് ടു H4 എന്നുള്ള മൂവാണ്. ഈ മൂവിൻ്റെ ഐഡിയ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്ലാക്ക് കുറച്ച് പാസീവായി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ബ്ലാക്ക് ഇവിടെ പോൺ ടു A6 കളിച്ചെന്ന് വെച്ചു. ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന ഒരു ബ്രില്യൻ മൂവാണ് നൈറ്റ് F5. പ്രത്യേകം ശ്രദ്ധിക്കുക, പോൺ വെച്ച് ഈ നൈറ്റിനെ വെട്ടാൻ പറ്റില്ല, കാരണം ക്യൂവിന് നഷ്ടപ്പെടും. അതുമാത്രമല്ല ഈ ഒരു വളരെ പവർഫുൾ ആയുള്ളൊരു പീസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ബിഷപ്പിനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നൈറ്റ് H4 കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ കാണേണ്ടതാണ്. ബിഷപ്പ് B8 പോകുന്നു ബ്ലാക്ക്. പോൺ ടു G3. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ പെട്ടെന്ന് ഈ നൈറ്റിനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒന്ന് G2 പോവാം, അല്ലെങ്കിൽ F3 വന്നിട്ട് E5 റീറൂട്ട് ചെയ്യാം. അപ്പോൾ അതിനാണ് പോൺ ടു G3 കളിക്കുന്നത്. ഇവിടെ ബ്ലാക്കിൻ്റെ കിങ് കളിക്കുന്ന മൂവാണ് കിങ് F8. ഇത് വളരെ സർപ്രൈസിങ് ഉള്ളൊരു മൂവാണ്. എന്തിനാണ് ഇവിടെ ഒരു കിങ് ടു F8 കളിക്കുന്നത്? ഈ മൂവിൻ്റെ ഉപയോഗം തന്നെ എന്താണെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്തായിരിക്കും ഇവിടെ സ്കോട്ടിൻ്റെ പ്ലാൻ? ഒരു പക്ഷേ ഒരു ഭാവിയിലുള്ള ക്യൂൻ H7 ചെക്കും ഈ നൈറ്റിനെ മാറിക്കഴിയുമ്പോൾ H7 ചെക്ക് മാറ്റാനുള്ള ഇതായിരിക്കുമോ? എന്താണെന്ന് കൃത്യമായ പ്ലാൻ ഇവിടെ വ്യക്തമല്ല. പക്ഷേ കിങ് ടു F8 ഒരു പക്ഷേ വൈറ്റിനെ കൊണ്ട് ഒരു മൂവ് കളിപ്പിക്കാൻ നോക്കുകയായിരിക്കാം ഇവിടെ സ്കോട്ട്. കിങ് ടു F8 ശേഷം ക്യൂൺ ടു F3 ആണ്. അപ്പോൾ പതുക്കെ കാപ്പബ്ലാങ്ക തൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിങ് G8 സ്കോട്ട് കളിക്കുക. അപ്പോൾ ഇത് കൂടുതൽ കൺഫ്യൂസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ പർപ്പസ്? കിങ് F8 കളിക്കുന്നു, കിങ് G8 കളിക്കുന്നു, കിങ് F8 കളിക്കുന്നു, G8 കളിക്കുന്നു.
അപ്പോൾ ഒരു ഡിഫെൻസ് മോഡിലേക്ക് പോവുകയാണ്. കാപ്പബ്ലങ്കയെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുകയാണ് ഇവിടെ സ്കോട്ട്. പക്ഷേ ഈ ഒരു റിസ്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കാപ്പബ്ലങ്ക കളിച്ചില്ലെങ്കിൽ ഇവിടെ ബ്ലാക്കിന് സുഖമായിട്ട് ഇവിടെ C5 ഒക്കെ കളിച്ച് പൊസിഷൻ ഓപ്പൺ ചെയ്യാമെന്ന് സ്കോട്ടിന് അറിയാം. അതുകൊണ്ട് തന്നെ കാപ്പബ്ലങ്ക പക്ഷേ അതൊന്നും നോക്കുന്നില്ല. കാപ്പബ്ലങ്ക നൈറ്റ് F5 കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂൻ C7. അപ്പോൾ ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി സേഫാണ്. കാരണം ഇവിടെ G3 വെച്ചിട്ട് ഒന്നാമത് കിങ് സൈഡിലേക്കുള്ള എല്ലാം അങ്ങ് അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് കാപ്പബ്ലങ്ക കളിക്കുന്ന ബ്രില്യൻ മൂവ്, ഫസ്റ്റ് ബ്രില്യൻ മൂവ് ഓഫ് ദ ഗെയിം, നൈറ്റ് ടേക്സ് H6 ചെക്ക്. അപ്പോൾ ഈ മൂവ് വളരെ ഒബ്വിയസ് ആണ്. ഇവിടെ നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റ് പോവും. ഇവിടെ എന്തായാലും വൈറ്റ് ജയിക്കും. കാരണം കിങ് സൈഡ് തന്നെ ക്രഷ്ഡ് ആണ്. ഇവിടെ വേണമെങ്കിൽ റൂക്കൊക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈസിലി ചെക്ക് മേറ്റ് കിട്ടും വൈറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ടേക്സ് H6 ശേഷം ഈ സാക്രിഫൈസ് എടുക്കുന്ന കുറച്ച് അപകടമാണ്. അതുകൊണ്ട് തന്നെ സ്കോട്ട് കിങ് F8 ആണ് കളിക്കുന്നത്. ഇവിടെ സെൻട്രലേക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് കാപ്പബ്ലാങ്ക D5 കളിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും പോൺ വെച്ച് വെട്ടണമല്ലോ. C takes D5 ആണ് കളിക്കുന്നത്. E takes D5 കളിക്കാം. ഇവിടെ E takes D5 കളിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. കാരണം ബിഷപ്പ് ടേക്സ് F6. ഇതിന് ശേഷം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് മുഴുവനായിട്ട് തുറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ D5 ശേഷം ആദ്യം കളിക്കുന്നത് C takes D5 ആണ്. ബിഷപ്പ് ടേക്സ് F6 എന്തായാലും കളിക്കുന്നു. പോൺ ടേക്സ്, ക്യൂൺ ടേക്സ്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഒരുപാട് ഡിഫൻസൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരുപാട് ചെക്കുകളും ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. കിങ് E8 പോകുന്നു. ഇവിടെ പക്ഷേ കാപ്പബ്ലങ്ക കളിക്കുന്ന അടുത്ത ബ്രില്യൻ മൂവ് റൂക്ക് ടേക്സ് E6 ചെക്ക്. ഒരു ചെക്ക് മേറ്റ് ഫോഴ്സ് ചെയ്യുകയാണ്. ഇവിടെ F takes E6 ആണ് ഗെയിമിൽ കളിക്കണത്. ഇനി ക്യൂൻ വെച്ച് മറച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്യൂൻ നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ക്യൂൻ വെച്ച് എന്തായാലും മറക്കാൻ പറ്റില്ല. F takes E6 കളിക്കുമ്പോൾ ക്യൂൺ ടേക്സ് E6, കിങ് മാറുന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് ചെക്ക് മേറ്റ് എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂഷൻ. പക്ഷേ ഇവിടെ ക്യൂൺ F6 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് എന്ത് കളിച്ചാലും ബ്ലാക്ക് വന്നിട്ട് ക്യൂവിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക് മേറ്റ് സംഭവിക്കും. ഇനി അതുമല്ല വേറെ എന്തെങ്കിലും മൂവായിട്ട് കിങ് E8 കളിച്ചാലോ ഇവിടെ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക? വളരെ സൈലൻ്റ് ആയിട്ടുള്ള റൂക്ക് E1 ചെക്ക്. അപ്പോൾ ഇവിടെ ഇവിടെ ക്യൂൻ വെച്ച് മറച്ചു കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക് മേറ്റ് സംഭവിക്കും. ഇനി ക്യൂൻ വെച്ച് മറക്കേണ്ട, കിങ് D7 പോയാലോ? ഇവിടെയും എന്താണ്? ഇവിടെയും ഒരു മനോഹരമായ ബിഷപ്പ് ടു F5 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ കാപ്പബ്ലങ്ക കളിച്ച് വളരെ മനോഹരമായൊരു ഗെയിമാണ്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.